നേപ്പാൾ പ്രക്ഷോഭം ഏത് അവസ്ഥയിലായി എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ജൻസി തലമുറയുടെ പ്രക്ഷോഭത്തിൽ നേപ്പാളിൽ മരണം 51 കടന്നിരിക്കുകയാണ്. ഒരു ഭാരതീയൻ ഉൾപ്പെടെ 3 പോലീസുകാർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട 51 പേരിൽ 30 പേർ വെടിയേറ്റാണ് മരിച്ചത്. 21 പേരാകട്ടെ പൊള്ളലേറ്റാണ് മരിച്ചതെന്ന് നേപ്പാളിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇവിടെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കലാപകലുഷിതമായ നേപ്പാളിനെ നയിക്കാൻ മുൻ വൈദ്യുതി ബോർഡ് ചെയർമാനായ കൊൽമാൻ ഖ്വിസിംഗ് വരണമെന്ന് ഒരു വിഭാഗം ജൻസി വിഭാഗം ആവശ്യപ്പെടുന്നുമുണ്ട്. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, ഈ മരിച്ച ഭാരതീയനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? അത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ടോ? ഇനി നേപ്പാളിലെ നിലവിലെ സ്ഥിതി എപ്രകാരം? രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന നേപ്പാളിൽ ജൻസി പ്രക്ഷോഭകർ അടങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. കർഫ്യൂ തുടരുകയാണ്. കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം ഇന്ന് വൈകിട്ട് ലോക്കൽ സമയം, പ്രാദേശിക സമയം 5 മണിവരെ ഉള്ള കർഫ്യൂ രാത്രി മുഴുവൻ വീണ്ടും പുനരാരംഭിക്കും. 2 മണിക്കൂറിൻ്റെ ഇടവേള മാത്രമാണ് പിന്നീട് നൽകുക. അതിനുശേഷം വീണ്ടും ആരംഭിക്കും. എന്തായാലും ഈ മരണക്കണക്കുകളുടെ ഔദ്യോഗിക വിവരങ്ങൾ നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ മരിച്ചവരിൽ ഒരു ഭാരതീയനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്ദൻ, ഈ ഭാരതീയനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ നമുക്ക്? ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. അവർ UP ഫരീദാബാദ് സ്വദേശിയാണ്. അവർ കുടുംബസമേതം നേപ്പാളിൽ കാഠ്മണ്ഡു സന്ദർശിക്കാനെത്തിയതാണ്. അവർ അവിടുത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലായിരുന്നു താമസം. ഈ സമയത്തായിരുന്നു അവിടെ ഈ ജൻസി കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ജൻസി കലാപകാരികൾ ഈ ഹോട്ടലിലേക്ക് ഇരച്ചു കയറുകയും ഹോട്ടലിലെ പല ഭാഗങ്ങളും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തുടർന്ന് ഈ രാജേഷ് ഗോള എന്നാണ് ഇവരുടെ പേര്. ഈ രാജേഷ് ഗോള അവർ താമസിച്ചിരുന്ന 4ാം നിലയിലെ മുറിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ അവർ ഈ ബെഡ്ഷീറ്റുകൾ കൂട്ടിക്കെട്ടി അവർ താഴേക്ക് ഊർന്നിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അവർ കൈവിട്ട് താഴേക്ക് നിലംപതിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു അവരുടെ മരണം സംഭവിച്ചത്. അവരെ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇവരുടെ ഭർത്താവ് അടക്കം ഈ ഹോട്ടൽ റൂമിലുണ്ടായിരുന്നു. ഇയാൾ സുരക്ഷിതമായി തന്നെ ഇയാൾക്ക് താഴെ എത്തുവാൻ വേണ്ടി സാധിച്ചു. അതേസമയം തന്നെ ഇവർ നിർഭാഗ്യവശാൽ മരണപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു UP സ്വദേശിനിയായ ഒരു സ്ത്രീ അവിടെ നേപ്പാളിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം തന്നെ ഔദ്യോഗിക കണക്കുകൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനിയും കണക്കുകൾ ഉയരാം എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ പല മേഖലകളിലും ഇതിനോടകം തന്നെ ഈ കലാപങ്ങളുടെ ഒരു അന്തരീക്ഷമൊക്കെ തന്നെ മാറി വരുന്നൊരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തെങ്കിലും പല മേഖലകളിലും ഈ സാഹചര്യങ്ങൾ വളരെ നോർമലായി വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം മരണസംഖ്യ ചിലപ്പോൾ ഇനിയും വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ നേപ്പാളിൻ്റെ പല മേഖലകളിലുള്ള ജയിൽ ചാടിയ ഈ തടവുകാർ അവരെ പിടികൂടാനുള്ള ഊർജിത നടപടി ആരംഭിച്ചതായിട്ടാണ് പട്ടാളവും അതേപോലെ തന്നെ പോലീസും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിൽ അത്തരം നടപടികൾ പുരോഗമിക്കുകയാണ്. ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വന്ന ഏതാണ്ട് 60ലധികം തടവുകാരെ ഇതിനോടകം തന്നെ സശസ്ത്ര സീമാബലിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് അവരെ തുറങ്കലിലേക്ക് മാറ്റിയിട്ടുണ്ട്.